ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വളരെ സങ്കടം തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്. കാരണം തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തിട്ട് ശിവരാമൻ ചേട്ടൻ വളരെ വിഷമിക്കുന്നുണ്ട്. അന്ന് ആ ആക്സിഡൻറ്റിൽ ജീവൻ തന്നെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് പുള്ളി ചിന്തിക്കുന്നത് കേട്ടോ. അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ശകുന്തളാമ്മയെ നമ്മൾ കണ്ടു. വളരെ സങ്കടം നിറഞ്ഞ രീതിയിലാണ് അവസാനിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊമോ തന്നെയാണെന്ന് പറയേണ്ടി വരും. നാളെ ഒന്ന് രണ്ട് ട്വിസ്റ്റുകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നാളെ പത്മയെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അഞ്ജലി കണ്ടുപിടിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പ്രൊമോയിൽ നിന്ന്. എന്താണെങ്കിലും പത്മയെ അന്വേഷിച്ചിട്ട് നമ്മുടെ CI സാറിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ അഞ്ജലി സൂപ്പർ മാർക്കറ്റിലൊക്കെ തിരിയുന്ന സമയത്ത് ഇതേ സമയം തന്നെ പത്മേനെയും അവിടെ മാർക്കറ്റിൽ വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ പ്രൊമോയിൽ കാണുന്നതായിട്ട് കാട്ടുന്നില്ലെങ്കിൽ പോലും മിക്കവാറും പത്മയെ അഞ്ജലി മിക്കവാറും കാണുമായിരിക്കും. പക്ഷേ നമുക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് പത്മ ഇങ്ങനെ ഹൈഡായി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്താണെങ്കിലും അഞ്ജലി അല്ല ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്തിനാണ് പത്മ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും നാളെ അഞ്ജലി പത്മയെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന പുറമെ ഏറ്റവും അവസാന ഭാഗം വളരെ നല്ലൊരു രസകരമായ സീനുകൾ തന്നെയായിരുന്നു കേട്ടോ. കാരണം അഞ്ജലിക്കുട്ടിയുടെ ഫാമിലിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കയ്യിലെടുക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് നമ്മുടെ അർജുൻ എന്തൊക്കെയോ സാധനങ്ങളായിട്ട് അച്ഛനെ കാണാൻ എന്ന രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി പറയാണ്, അഞ്ജലി അറിയുന്നില്ലല്ലോ അഞ്ജലിയുടെ വീട്ടുകാരെ കയ്യിലെടുക്കാൻ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അർജുൻ അവിടെ എത്തുമ്പോൾ അർജുൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ അഞ്ജലിയുടെ അമ്മ പറയുന്നുണ്ട്, മോനെ അഞ്ജലി എപ്പോഴും നിന്നെപ്പറ്റി പറയാറുണ്ട് മോനെ, ഭയങ്കര കാര്യമാണ് മോനെ എന്നൊക്കെ പറയും. അപ്പോൾ അർജുൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ. അഞ്ജലി എപ്പോഴും തന്നെപ്പറ്റി പറയാറുണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേന് സന്തോഷം കണ്ട് തുള്ളിച്ചാടുന്ന, സന്തോഷം കണ്ട് എന്താ ചെയ്യുക ഞാനിപ്പോൾ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു അർജുനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് നാളെ കാത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. എന്താണെങ്കിലും കാത്തിരിക്കുക. നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.